അമ്മ എന്ന പദത്തിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആരൊക്കെ ഉപേക്ഷിച്ചാലും അമ്മമാരൊരിക്കലും മക്കളെ ഉപേക്ഷിക്കില്ല. സഹനത്തിൻ്റെ പ്രതീകം. ഭൂമിയോളം ക്ഷമയുള്ളവൾ. ശരിയാണ്, അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഭൂരിപക്ഷം അമ്മമാരും അങ്ങനെ തന്നെയാണ്. ബാക്കി ഇപ്പോൾ ചില കേസുകൾ നമ്മൾ ഓർക്കാറുണ്ട്. അച്ഛൻ മരിച്ച ഒരാൾക്ക് അമ്മയുണ്ടല്ലോ, എന്നാൽ അമ്മ മരിച്ച വീട് ഒരു ഭ്രാന്താലയമാണെന്ന് കേട്ടിട്ടുണ്ട്. അച്ഛൻ മരിക്കുന്നത് പോലെയല്ല അമ്മ മരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾ അനാഥരാകുന്നത് അമ്മമാർ മരിച്ചിട്ടല്ല, അമ്മമാർ വേണ്ടെന്ന് വെച്ച് പോവുകയാണ്. തലക്കടിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ ബക്കറ്റ് മുക്കിക്കൊല്ലുന്ന അമ്മമാർ, ഇല്ലെങ്കിൽ അച്ഛനെ രണ്ട് മക്കളെ, അതായത് 5, 6, 7 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് കാമുകൻ്റെ കൂടെ ഓടിപ്പോകുന്ന അമ്മമാർ. ഈ അമ്മമാർക്കൊക്കെ എന്താണ് പറ്റുന്നത് പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് ആന്ധ്രാ സ്വദേശിനി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് അവളന്മാരത് ചെയ്യും, ആന്ധ്രയും തമിഴ്നാടും ഒക്കെ അത് ചെയ്യുമെന്ന് നമ്മൾ പുച്ഛിക്കാൻ വരട്ടെ. കാരണം ഇത് ചെയ്തിരിക്കുന്നത് ഇവരെ ഒരു മലയാളിയാണ്, മാനന്തവാടി സ്വദേശിയായ ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. അവർ വയനാട്ടിലാണ് താമസിക്കുന്നത്. 2 കുട്ടികളിൽ ഒരു കുട്ടി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ വേറൊരു ഇളയ കുട്ടി 3.5 വയസ്സുള്ള കുട്ടിയെ ഗുരുതരമായ പരിക്കുകളോടുകൂടി തന്നെ ഹോസ്പിറ്റലിൽ അവർ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ കുട്ടിക്ക് കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, ജന്മനാ വൈകല്യമുണ്ട്. അപ്പോൾ ഈ അമ്മമാർക്ക് എന്താണ് പൗർണമി സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ? അതെ, നമ്മൾ അമ്മ എന്ന പദത്തിന് ശാരിക ആദ്യം പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെയൊക്കെ അമ്മമാർ ആദ്യം ഓടിയെത്തുന്നത് പല അതായത് നമ്മൾ പറയുമല്ലോ അമ്മയുടെ ജോലി എന്താ, ഹൗസ് വൈഫ്. പക്ഷേ ഹൗസ് വൈഫ് മാത്രമാണോ? അല്ല, ഡോക്ടറാണ്, ടീച്ചറാണ്. അങ്ങനെ അമ്മ എന്ന വാക്കിനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അമ്മമാരെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ മതിയാവാതെ വരുന്നൊരു സാഹചര്യമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് അമ്മ എന്ന് പറയാൻ പോലും പലർക്കും നാണം തോന്നുന്ന അല്ലെങ്കിൽ ലജ്ജ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല അമ്മമാരുടെ കൂടെ പേരിട്ട് കളങ്കം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചില അമ്മമാരും നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം കോഴിക്കോട് നടന്ന സംഭവമാണ്. അതായത് കോഴിക്കോട് സ്വദേശിയായ വയനാട് സ്വദേശിയായ ഒരു യുവാവിനെ ഈ പറയുന്ന ആന്ധ്ര സ്വദേശിനിയായ യുവതി വിവാഹം കഴിക്കുന്നു. 2 കുട്ടികൾ അവർക്ക് ജനിക്കുന്നു. അപ്പോൾ 2 പെൺകുട്ടികളാണ്. അതിനകത്ത് ഇളയ കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ മൊത്തം പുറം ലോകം അറിയുന്നത്. ഇളയ കുഞ്ഞിന് കാഴ്ച പരിമിതിയുണ്ട്, കണ്ണ് കാണില്ല. അപ്പോൾ ആ 3.5 വയസ്സ് മാത്രമേ ആ കുഞ്ഞിന് പ്രായമുള്ളൂ. ആ കുഞ്ഞുമായിട്ട് ആശുപത്രിയിൽ വരുന്നു, ചികിത്സയുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നു. പിന്നെ അവിടെ നിന്ന് അമ്മ അപ്രത്യക്ഷമാകുന്നു. അമ്മയെ പിന്നെ കാണാനില്ല. അത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്, അതായത് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് മൊത്തം സകലമാന പരിക്കുകളാണ്. അതായത് നല്ല രീതിയിൽ ഈ 3.5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നതും അതാണ് സത്യവും. അതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മൂത്ത കുട്ടിയെ 6000 രൂപയ്ക്ക് വിറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിയായിരിക്കും. അതായത് ഈ പറയുന്ന അച്ഛൻ്റെ സഹോദരി ആണെന്ന് തോന്നുന്നു, പിതാവിൻ്റെ സഹോദരിയോ മറ്റോ ആണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. അല്ലെങ്കിൽ ഈ കുഞ്ഞ് അവരും തീരെ ദരിദ്രരായ അല്ലെങ്കിൽ അങ്ങനെ നോക്കാനുള്ളൊരു സാമ്പത്തിക ശേഷിയോ മറ്റോ ഒന്നുമില്ല. അപ്പോൾ നിലവിൽ ഈ കുട്ടീനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നുണ്ട് ഈ മൂത്ത കുഞ്ഞിനെ ഇവർക്ക് കണ്ടുകിട്ടണം. അതായത് ഈ പറയുന്ന ഓടിപ്പോയ യുവതി, പുള്ളിക്കാരിയെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഏതെങ്കിലും സമയത്ത് ആരുടെയെങ്കിലും ഫോണിൽ നിന്നോ എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചോദിക്കുന്നത് ആ കുഞ്ഞെന്തിയെ, മൂത്ത കുഞ്ഞെന്തിയെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് 6000 രൂപയുണ്ടെങ്കിൽ കുഞ്ഞിനെ കിട്ടും എന്നല്ലാതെ എവിടെയാണ് കൊടുത്തത്, ആർക്കാണ് കൊടുത്തത്, എന്തിനാണ് കൊടുത്തത് തുടങ്ങിയുള്ള യാതൊരു ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ഈ യുവതി എവിടെയാണെന്നറിയില്ല. എന്തായാലും നിലവിൽ ഈ പറയുന്ന കുട്ടികളുടെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടരുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന കുട്ടികളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ 2 കുട്ടികൾ ഒരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടാവാം. അച്ഛൻ്റെ ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ ഈ നാട്ടിൽ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നതിനനുസരിച്ച് അതിന് വേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അവരെ നിർത്താനുള്ള സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ സർക്കാർ ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇവൻ ജനിച്ചുടനെയുള്ള ചോര കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിക്കാൻ മനസ്സുള്ള അമ്മമാരുള്ള നാടാണിത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അമ്മ തൊട്ടിൽ വരെ തയ്യാറാക്കി കാത്തിരിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ, ഒരാൾക്ക് 6000 രൂപയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മനസ്സാണ് നിങ്ങളെ എങ്ങനെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റും? ഒരുപാട് ഇപ്പം നമ്മൾ പല കേസുകൾ, ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, മക്കളുടെ കൂടെ ലഹരി വിൽക്കാൻ കൂട്ടുനിൽക്കുന്ന അമ്മ, അല്ലെങ്കിൽ മക്കളുടെ കൂടെ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന അമ്മ, അങ്ങനെ അമ്മ എന്ന പദത്തിന് ഇതുവരെ നമ്മൾ കേൾക്കാത്ത അർത്ഥങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന പല അമ്മമാരും നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെ അങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ. തീർച്ചയായും അവരുടെ ആവശ്യപ്രകാരം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൂത്ത കുഞ്ഞ് എവിടെയാണ്, ആരുടെ പക്കലാണെന്നുള്ള അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന അമ്മയെ കണ്ടെത്താനും ശ്രമം നടക്കുന്നു. പക്ഷെ അപ്പോഴും ശാരിക, ഈ അമ്മയെ കണ്ടെത്തിയാലും തൻ്റെ 2 മക്കളെയും കൈവിട്ട് കളഞ്ഞിട്ട് പോവാൻ, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി പോവാൻ, തൻ്റെ ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങളൊരു ബാധ്യതയായി
കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റൊരു ജീവിതം തനിക്ക് കിട്ടില്ല എന്നായിരിക്കും തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഈ 2 കുഞ്ഞുങ്ങളെ അവർ ഉപേക്ഷിക്കാൻ നിർബന്ധിതയായതും. പക്ഷേ അങ്ങനെയുള്ള ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ സേഫായിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ? തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു മൈൻഡ് സെറ്റ് അവർക്കുള്ളത് കൊണ്ടാണല്ലോ. കാരണം ഈ ആന്ധ്ര സ്വദേശി ആയിക്കോട്ടെ, തമിഴ്നാട് സ്വദേശി ആയിക്കോട്ടെ, കേരള സ്വദേശി ആയിക്കോട്ടെ, അമ്മയാണ്. കാരണം എല്ലാവർക്കും പ്രസവ വേദന ഒരുപോലെയാണ്. ഇപ്പോൾ സിസേറിയൻ വേദന വേറൊരു തരത്തിലാണ്. എല്ലാവരും, എല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയല്ലേ പ്രസവിക്കുന്നത്. അപ്പോൾ അമ്മ എന്ന പദം വരുമ്പോൾ എല്ലായിടും അതിൽ അങ്ങനെ യൂണിവേഴ്സൽ ഒരു തോട്ടാണ് അമ്മ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ആയിട്ടൊരു പദമാണ് മദർ എന്ന് പറയുന്നത്. അത് ആ അമ്മമാരുടെ ഫീലിങ്സ്, കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം, സ്നേഹം, കരുതൽ എന്ന് പറയുന്നത് ഒരുപോലെയാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന അമ്മമാരുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ, അവരുടെ ബാല്യം, കാരണം അതിനനുസരിച്ച് നമ്മുടെ സമൂഹം സൈക്കോ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് നമ്മുടെ ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ നമ്മളോട് പറയുന്നത്, ഒരു കുഞ്ഞിൻ്റെ മാനസിക അവസ്ഥ രൂപപ്പെടുന്നത് അവൻ്റെ 1 to 7 1 മുതൽ 7 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതിനവന് വേണ്ട നല്ലൊരു ബാല്യമാണ്. നല്ലൊരു ബാല്യം കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള, അവനൊരുപാട് പോഷ് ലൈഫോ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമൊന്നുമല്ല, ആരോഗ്യകരമായ ഭക്ഷണവും ആരോഗ്യമുള്ള ഒരു മനസ്സും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും നല്ലൊരു ബാല്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് സാധിക്കുന്നവർ ആരാണ് ഈ ലോകത്ത്? അവൻ്റെ അച്ഛനും അമ്മയുമാണ്. മിക്ക വീടുകളിലും അച്ഛന്മാർ ജോലിക്ക് പോകും, അമ്മമാരും ജോലിക്ക് പോകും. എങ്കിലും കൂടുതൽ നേരം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന, അവരുടെ കാര്യങ്ങൾ പറയുന്ന എല്ലായ്പ്പോഴും നമ്മൾ അമ്മമാരോടാണ്. അമ്മമാർക്ക് ഇപ്പോൾ ജോലി ഉണ്ടെങ്കിൽ അതൊരു പുതിയ കഥയല്ല. പക്ഷെ ജോലിക്ക് പോയാലും അമ്മമാരോടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുക, അച്ഛന്മാരോടല്ല. അതുകൊണ്ടാണ് അമ്മ പോയാൽ എല്ലാം നശിച്ചു, അച്ഛൻ പോയാൽ, അമ്മയില്ലെങ്കിൽ അച്ഛൻ രണ്ടാനച്ഛനാണ് എന്നൊരു പഴഞ്ചൊല്ല് പണ്ട് പറയാറുണ്ട്. അമ്മ പോയി കഴിഞ്ഞാൽ അച്ഛൻ രണ്ടാനച്ഛൻ്റെ സ്വഭാവം കാണിക്കും. അച്ഛൻ ചിലപ്പോൾ വേറൊരു ജീവിതത്തിന് പോയേക്കാം, വേറൊരു വിവാഹം കഴിച്ചേക്കാം. പക്ഷെ അമ്മ അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുന്നു, മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് അച്ഛന്മാരെക്കാൾ കൂടുതൽ, എല്ലാവരും അല്ല, ഒരു 90% അമ്മമാരും അങ്ങനെയല്ല. പക്ഷേ അതിലൊരു 10% ഉണ്ട് ഈ ആന്ധ്ര സ്വദേശിനിയൊക്കെ പോലെ കാമുകന് വേണ്ടി, സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുക. പോട്ടെ, അതിൽ ഒരു പോയിന്റ്, കുഞ്ഞുങ്ങളെ അവർ ഉപേക്ഷിച്ച് പോകുന്നത് നമുക്ക് ഓക്കെ. നമ്മൾ പറയുന്നു അവരുടെ ഈ പൗർണമി പറഞ്ഞ പോലെ ഭർത്താവ് മരിക്കുന്നു, അവരുടെ നാടിതല്ല, ആന്ധ്ര സ്വദേശിനിയാണ്. ഒരു പക്ഷേ ഭർത്താക്കന്മാരുടെ ബന്ധുക്കളുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ഓർത്തതിൽ അവർ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കുഞ്ഞിനെ വിറ്റ് കളയുക എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ആ മനുഷ്യന്, ഈ മാനന്തവാടി സ്വദേശിക്ക് ബന്ധുക്കളുണ്ട്, പെങ്ങളുണ്ട്, ഉമ്മയുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അവരാണ് പരാതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് ആ മൂത്ത കുട്ടിയെ കിട്ടണം, 6000 രൂപ കൊടുത്താൽ കിട്ടും എന്ന് പറയുന്നത്. എങ്ങനെ സാധിക്കുന്നു എനിക്കറിയില്ല. പക്ഷേ അതിൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആ ഇളയ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ഗുരുതരമായ പരിക്കുകളോടെയാണ് ഇവരാണ് അഡ്മിറ്റ് ചെയ്തത്. എന്നിട്ട് അവർ ഉപേക്ഷിച്ച് പോയി കളയല്ലേ ചെയ്തത്. സോ അതിൻ്റെ ഒരു നീതീകരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അവർക്ക് വേണ്ടെങ്കിൽ അവർ ഉപേക്ഷിച്ച് പോയിക്കോട്ടെ, ഏതെങ്കിലും വീടിൻ്റെ തിണ്ണയിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോഗ്യം, നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മത്തൊട്ടിലുകളുടെ നാടാണ്. ഒരുപാട് അമ്മമാർ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ, ഇനി ഉപേക്ഷിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയും കുഞ്ഞുങ്ങളുടെ എണ്ണവും അമ്മത്തൊട്ടിലുകളുടെ എണ്ണവും കൂടി വരികയാണ്. സോ അങ്ങനെ ചെയ്യാമായിരുന്നു അവർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ശിശുക്ഷേമ സമിതിയെ കോൺടാക്ട് ചെയ്യാമായിരുന്നു. പോട്ടെ, അവർ ആന്ധ്ര സ്വദേശിനി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന അമ്മത്തൊട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൂടെ വേണ്ട, അവരുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ വീടുകളുടെ മുമ്പിൽ അവരറിയാതെ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു. പകരം എന്തിനാണ് ആ 3.5 വയസ്സുള്ള ആ കുഞ്ഞിനെ അവർ തല്ലിച്ചതച്ചത്, ഇത്രയും അധികം ഗുരുതര പരിക്കുകൾ ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിന് അവരെ അറസ്റ്റ് ചെയ്തേ മതിയാവും, തപ്പിക്കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തേ മതിയാവും. കാരണം അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവർ ഉപേക്ഷിക്കട്ടെ. പക്ഷേ ആ കുഞ്ഞിനെ തലയിൽ പരിക്കുണ്ട്, ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന്റെ നട്ടലിനോ ദേഹത്തിനോ ഒക്കെ പരിക്കുണ്ട്. വളരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടാണ് ആ കുഞ്ഞിനെ, കണ്ണിന് കാഴ്ച പോലും ഇല്ലാതെ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിരിക്കുക. അപ്പൊ എന്താണ് ആ നരാധമയായ അമ്മയുടെ ചിന്താഗതി എന്തായിരുന്നു? അതിന് അവർക്ക് ശിക്ഷ കിട്ടണമെന്നാണ് എനിക്ക്. അവരെ എങ്ങനെ അമ്മയെന്ന് വിളിക്കാൻ പറ്റും? നമ്മൾ പല കാര്യങ്ങളും പല അമ്മമാരുടെ കേസിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ശരിക്കും ഒരുപാട് ആളുകൾ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എത്രയോ വഴിപാടുകളും നേർച്ചയും ഡോക്ടർമാരെ കണ്ട് ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുക. അത് പലരും വിചാരിക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ തന്റെ ജന്മം സഫലമാകൂ, അല്ലെങ്കിൽ കുഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ഇൻകംപ്ലീറ്റ് ആണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന കുഞ്ഞു മക്കളെ പോലും ഇത്തരം ക്രൂരതകൾ കാണിച്ചിട്ട് ഒരു മടിയും കൂടാതെ അവരെ ഉപേക്ഷിച്ച് പോവാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റിയുള്ള അമ്മമാരും ജീവിക്കുന്നത്. ശരിക്കും നല്ല സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നല്ല അമ്മമാർക്ക്, അമ്മ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ഈക്വലി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമ്മ എന്ന വാക്കിന് നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീടുകളിലുള്ള അമ്മമാർ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പോഴും മക്കളുടെ നല്ലത്, താൻ കഴിച്ചില്ലെങ്കിലും തൻ്റെ മക്കൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, തനിക്ക് കിട്ടിയില്ലെങ്കിലും തൻ്റെ മക്കൾ അതെല്ലാം നേടിയെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ വേണം, അങ്ങനെ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറാവുന്ന അമ്മമാർ, അല്ലെങ്കിൽ അമ്മ ഉള്ള ഈ കാലഘട്ടത്തിലും തൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മക്കളെ ഉപേക്ഷിച്ചോട്ടെ, പക്ഷേ
അതിനൊപ്പം അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും ഒപ്പം അവരെ പലരും കൊല പോലും ചെയ്യുന്നു. ജനിച്ച ഉടനെ ഉപേക്ഷിച്ച് പോകുന്നു. ചിലർ നമ്മൾ കണ്ടില്ലേ, കൊച്ചിയിൽ കഴിഞ്ഞ വർഷമാണല്ലോ നടന്നത്, ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊലപാതകം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല പൗർണമി, നമ്മൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ റേപ്പ് ചെയ്യാൻ കൂട്ടി നിൽക്കുന്ന അമ്മമാരുടെ നാടുണ്ട്. അത് മാത്രമല്ല പൗർണമി, വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മിക്ക അമ്മമാരും ഈ ക്രൂരന്മാരെ അച്ഛന്മാരെ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ, എന്തുകൊണ്ടാണ്? മക്കൾക്ക് വേണ്ടിയിട്ടാണ്, വേറൊരു റീസണോടില്ല. അവർക്ക് ജോലി ഉണ്ടെങ്കിലും എന്റെ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളെ ഓർത്ത്, മക്കളെ നിങ്ങളെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ ജീവിതം സഹിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പറയുന്നത് ഒരിക്കലും അങ്ങനെ സഹിച്ച് നിൽക്കരുത്. പക്ഷെ അമ്മമാര് മക്കളുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊരു ധൈര്യം, അതൊരു ബലമാണ്. പക്ഷെ അമ്മമാര് കുഞ്ഞുങ്ങളോട് ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഈവൻ അച്ഛനില്ലെങ്കിൽ പോലും, ശാരിക പറഞ്ഞ പോലെ ഈവൻ അച്ഛൻ ഉപേക്ഷിച്ച് പോവോ, അച്ഛൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒപ്പം ഇല്ലെങ്കിൽ പോലും അമ്മമാര് കൂടെ ഉണ്ടെങ്കിൽ, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവർക്ക് എന്നും ഒരു ബലവും സപ്പോർട്ടും സന്തോഷവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള അമ്മമാര് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചാലും ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മുടെ നിലവിലത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് കൂടുതലാണ്. പക്ഷെ സ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായ കൈകൾ ഏൽപ്പിക്കാൻ റെഡിയായിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോ, യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതിന് പകരം കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് അവരെ വിറ്റ് അവരെ ഏത് രീതിയിൽ എങ്ങനെയായിരിക്കും ആ കുഞ്ഞിനെ ഇനി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വളർത്താനാണോ എന്തിനാണ് നമുക്കൊന്നും അറിയില്ല. കാരണം ഒരുപാട് മാഫിയ സംഘങ്ങൾ, ഈവൻ അവയവ മാഫിയ പോലും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. ഒപ്പം തന്നെ ഈ സ്ത്രീയെ എത്രയും വേഗം കണ്ടെത്തി ഇവർക്ക് ആ കുഞ്ഞിനെ പരിക്കേൽപ്പിച്ചതിന് ഇവർക്ക് ശിക്ഷ കൊടുക്കാനും സാധിക്കട്ടെ.